പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 22 ശനിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 4ാമത്തെ ശനിയാഴ്ചയിലേക്ക്, മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഓരോ ദിനവും നാം ഏവരും ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന സകല നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പുത്തൻ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ജീവജലത്തിൽ കൂടെ ഇന്ന് ലഭിക്കുന്ന വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എസ്രയുടെ പുസ്തകം 8ാം അധ്യായം 22ാം വാക്യം. എസ്ര ചാപ്റ്റർ 8 വേഴ്സ് 22 നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിന് നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. എസ്രയുടെ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം എന്തെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇസ്രായേൽ ജനം നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ യുദ്ധ പിടിച്ചടക്കലോടുകൂടി 70 വർഷത്തെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നു. യിരെമ്യാ പ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്ത പ്രവചനം നിവൃത്തിയാകുവാൻ പാർസി രാജാവായ കോരേശിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തുകയും ഇസ്രായേൽ ജനത്തിന്റെ മടങ്ങിപ്പോക്കിനുള്ള വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാലാകാലങ്ങളായി 1, 2, 3 ഘട്ടങ്ങളിലായി ഇസ്രായേൽ ജനം തങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങുകയാണ്. അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് എസ്ര ശാസ്ത്രി. എസ്ര ശാസ്ത്രിയെക്കുറിച്ചോ ബാബേൽ പ്രവാസത്തെക്കുറിച്ചോ മടങ്ങിപ്പോക്കിനെ കുറിച്ചോ ഒന്നുമല്ല ഇന്ന് ജീവജലത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന. നാം ഇന്ന് വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ട വാക്യത്തിൽ എത്തുമ്പോൾ ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോകുവാൻ നേതൃത്വം വഹിച്ച ദൈവദാസനായ എസ്ര ശാസ്ത്രിയുടെ സ്പിരിച്വൽ ക്വാളിറ്റി, സ്പിരിച്വൽ ഫെയ്ത്ത്, സ്പിരിച്വൽ ബിലീഫ് എത്രത്തോളം ഉന്നതമാണ്, ശക്തമാണ് എന്ന് ഇന്നത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് നമുക്ക് വലിയൊരു ചൂണ്ടുപലകയാണ്. ഇന്ന് ലോക ക്രൈസ്തവ ജനതയുടെ 80% ആൾക്കാരും ലെൻ സീസണിൽ കൂടെ കടന്നു പോകുകയാണ്. വർഷം തോറും ആചരിക്കുന്ന അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും മാത്രമായി ഒതുങ്ങുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എസ്ര നൽകുന്ന മാതൃക ശക്തമാണ്. എസ്രയുടെ വലിയൊരു തീരുമാനമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. അതെ, നാം വായിക്കുന്നു, കോരേശ് മുതൽ പാർസി രാജാക്കന്മാര് മാറി മാറി വരുന്നു. അങ്ങനെ ഇതാ അർത്തേസൃഷ്ട രാജാവിന്റെ കാലത്ത് എസ്ര ചില ആളുകളെ വിളിച്ച് ഒരു കൂട്ടമായി ഇറങ്ങുകയാണ്. അഹവ ആറ്റിന്റെ തീരത്ത് വെച്ച് തങ്ങളുടെ യാത്രയ്ക്ക്, ശുഭകരമായ യാത്രയ്ക്ക് വേണ്ടി അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയോട് മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും വെല്ലുവിളികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അവിടെ എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും
ആ ദൈവദാസനും കൂട്ടർക്കും ഉണ്ടായിരുന്നു. രാജാവിനോട് അവർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ യാത്ര സുഗമമായിരിക്കും, ശുഭകരമായിരിക്കും, ഞങ്ങൾക്കൊരു പ്രയാസവും വരികയില്ല. കാരണം ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാണ്. കാരണം ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൈ അനുകൂലമാണ്. ദൈവത്തിൽ ആശ്രയിക്കാത്തവർക്ക്, വിശ്വസിക്കാത്തവർക്ക് പ്രതികൂലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു ലോകശക്തിയുടെ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. ദൈവത്തിന്റെ വലിയ പരിരക്ഷ ഞങ്ങൾക്ക് ചുറ്റും ഉണ്ടേ എന്ന്. അതുകൊണ്ട് അവർ ഈ വിഷയം മുൻപിൽ വെച്ച് ശുഭകരമായ യാത്രയ്ക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ ഒരു വലിയ അവബോധം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവരുടെ യാത്രയിൽ ശത്രുക്കൾ നേരിടുമ്പോൾ അവരെ കായികമായി ജയിക്കുവാൻ രാജാവിന്റെ കുതിരച്ചേവകരോ അകമ്പടി നായകരോ അവർ ചോദിച്ചില്ല. കാരണം അവർ ചോദിക്കാൻ ലജ്ജിച്ചു. എന്താണ് കാരണം? ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാണെന്ന്, അതുകൊണ്ട് ഏതു ശത്രു വന്നാലും തമ്പുരാൻ ഞങ്ങളെ കാക്കുമെന്ന് രാജാവിനോട് വളരെ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞിട്ട് യാത്ര പുറപ്പെടാൻ നേരം രാജാവേ, കുറച്ച് സൈന്യത്തെയും കുതിരച്ചേവകരെയും തരണമേ എന്ന് പറഞ്ഞാൽ വിശ്വാസം എവിടെ? പ്രഖ്യാപനം എവിടെ? 2025 മാർച്ച് 22 ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സുവിശേഷകരെ, ദൈവമക്കളെ, നമ്മുടെ ഇന്നിന്റെ അവസ്ഥ എന്താണ്? ഒരു പ്രയാസം വന്നു, നമ്മൾ ഒത്തിരി ഓടി നടന്നു, കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രാർത്ഥന തുടങ്ങി. സാധാരണ പ്രാർത്ഥന കൊണ്ട് പറ്റാതെ വന്നപ്പോൾ ഉപവാസം വെച്ചു. അത് കഴിഞ്ഞും നമ്മൾ ദൈവത്തിലല്ല ആശ്രയിക്കുന്നത്, പൗരപ്രമുഖരിൽ, രാഷ്ട്രീയ പ്രമുഖരിൽ, സാമ്പത്തികമായി ഉന്നമനമുള്ള ആളുകളിൽ ഓടുകയാണ്. പ്രിയമുള്ളവരെ, നാം ലജ്ജിക്കണം. നാം അത് ചെയ്യാൻ പാടില്ല. രാവെളുക്കോളം പകലന്തിയോളം പ്രാർത്ഥനയാണ്. പക്ഷേ നമ്മുടെ വിശ്വാസം എവിടെ? ഒരു ലജ്ജയുമില്ല പിന്നെയും പിറുപിറുക്കുവാൻ, തിരിച്ചു പോകുവാൻ, തിരിച്ചു ചിന്തിക്കുവാൻ. പക്ഷേ എസ്രായും കൂട്ടരും ലജ്ജിച്ചു. എന്താ കാര്യം? ഞങ്ങളൊരു കാര്യം പ്രഖ്യാപിച്ചു. ഞങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നിടത്തോളം, പ്രാർത്ഥിക്കുന്നിടത്തോളം, ദൈവത്തെ ആരാധിക്കുന്നിടത്തോളം കാലം അവന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാണ്. ഞങ്ങളെ സകല പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കും, രക്ഷിക്കും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഒരു ശക്തിയും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നീട് എന്നാൽ അതും കൂടെ ഇരുന്നോട്ടെ, അതും വേണ്ടേ? അതും നമുക്ക് വേണമല്ലോ. ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. അത് നടന്നില്ലെങ്കിലോ? ഇത് മാത്രമാണ് നമ്മുടെ തകർച്ചയുടെ കാരണം. ഇങ്ങനെയുള്ള ഡബിൾ മൈൻഡും അവിശ്വാസവുമാണ് നമ്മുടെ രോഗം മാറാത്തത്, ദുഃഖം മാറാത്തത്, കുഞ്ഞുങ്ങൾക്ക് സന്തോഷമുണ്ടാകാത്തത്, കുടുംബത്തിൽ നിന്നും കണ്ണുനീര് മാറാത്തത്, അടിക്കടി പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നത്, ആത്മീയ ജീവിതം ഉയരാത്തത്, ഒരു നന്മയുമില്ലാത്തത്, ഒരിക്കലും ഒന്ന് ചിരിക്കാൻ പറ്റാത്തത്, ഒരിക്കലും ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്തത്, ഒരിക്കലും ഒരു വിധത്തിലും മുൻപോട്ട് നോക്കി ഒരു സ്തോത്രം പറയാൻ പറ്റാതെ എപ്പോഴും കരയുന്നത്, പിറുപിറുക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. രണ്ട് വെള്ളത്തിൽ, രണ്ട് തോണിയിൽ, രണ്ട് ദൈവങ്ങളിൽ,
രണ്ട് വിശ്വാസങ്ങളിൽ, രണ്ട് ആചാരങ്ങളിൽ യാത്ര ചെയ്യുന്നത് നിർത്തുക. ഒന്നുകിൽ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കണം. ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെയും സേവിക്കരുത്. പ്രിയമുള്ളവരെ, എസ്ര ലജ്ജിച്ചു. ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം, ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ കൈ തന്റെ മകന്, തന്റെ മകൾക്ക്, തന്റെ കുടുംബത്തിന്, തന്റെ കൂട്ടർക്ക് അനുകൂലമായിരിക്കും. ഇനിയും രാജാവിന്റെ യാതൊരു സൈനിക ശക്തി ഞങ്ങൾക്ക് ആവശ്യമില്ല. ലജ്ജിക്കണം പ്രിയമുള്ളവരെ. ഒന്നുകിൽ ദൈവത്തെ സേവിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ആത്മീയം പറയുമ്പോൾ ദൈവം പോലും ഞെട്ടിപ്പോകുന്ന ആത്മീയം പറയും. പക്ഷേ ഒരു കൊച്ചു കാര്യം വരുമ്പോൾ നമ്മൾ ആ ആളല്ലാതായി തീരും. വേദപുസ്തകം അങ്ങ് മാറ്റിവെക്കും, പ്രാർത്ഥന അങ്ങ് മാറ്റിവെക്കും, വിശ്വാസം അങ്ങ് മാറ്റിവെക്കും. വചനപ്രകാരം പറഞ്ഞാൽ അവിശ്വാസികളെക്കാൾ അധമരായി തീരുകയാണ്. പിന്നെ എങ്ങനെ അനുഗ്രഹം വരും? പിന്നെ എങ്ങനെ വിടുതൽ വരും? എസ്ര അടുത്ത വാക്യം വായിക്കണം. 23-ാമത്തെ വാക്യം പറയുന്നു, എസ്രയുടെ മുമ്പിൽ ഇത് ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ അത് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. യെസ്, നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ വെല്ലുവിളികളുണ്ട്, ശത്രുക്കൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ നന്മയെ തടുക്കുവാൻ, നമ്മുടെ അനുഗ്രഹത്തെ നിഷ്പ്രഭമാക്കുവാൻ പലർ പല വിധത്തിൽ വില്ലുകുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുത്തുകൊണ്ട് നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, ആൺമക്കൾക്കും പെൺമക്കൾക്കുമെതിരെ പതിയിരിപ്പുണ്ട്. അതോർത്ത് വിഷമിക്കണ്ട, സങ്കടപ്പെടേണ്ട, ഉറങ്ങാതിരിക്കണ്ട, കരയണ്ട. ദൈവത്തിന്റെ കൈ അനുകൂലമായി ഉള്ളിടത്തോളം കാലം ഒരു ശത്രുവിനും, ഒരമ്പിനും, ഒരസ്ത്രത്തിനും നമ്മയോ നമ്മുടെ തലമുറയോ തൊടുവാൻ കഴിയുക ഇല്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. വിശ്വസിക്കുക, ഏറ്റെടുക്കുക, പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് ഒരു യഥാർത്ഥ ദൈവപൈതലായി, ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവപൈതലിന് ചുറ്റും ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കരുതലുണ്ട്, കാവലുണ്ട്. ലോകശക്തികളിൽ, ലോക സ്വാധീനങ്ങളിൽ ആശ്രയിക്കരുത്. അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴേ ലജ്ജിക്കണം, പിന്മാറണം. ഞാൻ ആരാണ് എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ മടങ്ങി വന്ന് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കണം. അങ്ങനെ വേദപുസ്തകം അനുശാസിക്കുന്ന ധന്യമായ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഉടമകളായി നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിക്കുവാൻ, നമ്മുടെ യാത്ര ശുഭകരമായി തുടരുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു ആഴ്ചയുടെ അന്ത്യയിലേക്ക് അവിടുന്ന് ഞങ്ങളെ എത്തിച്ചു. ദിനംതോറും അങ്ങയിൽ നിന്ന് ലഭിക്കുന്ന സകല നന്മകൾക്കും നന്ദിയും സ്തോത്രമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അപ്പാ, അങ്ങേ അന്വേഷിക്കുന്നവർക്ക് അവിടുത്തെ കരം അനുഗ്രഹമായിരിക്കുമെന്നും അങ്ങേ ഉപേക്ഷിക്കുന്നവർക്ക് പ്രതികൂലമാകുമെന്നും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ശരിക്കും അങ്ങേ അന്വേഷിക്കുന്നവരാണെങ്കിൽ ലോകത്തിന്റെ യാതൊരു സഹായവും ശക്തിയും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും, ലോകശക്തിയിൽ ആശ്രയിക്കുന്നത് ഞങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനും എസ്രായുടെ ജീവിതം സാക്ഷ്യം ഇന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ആകയാൽ ലജ്ജിക്കാത്ത സാക്ഷികളായി ദൈവത്തെ സേവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ദൈവവചനം കേട്ട
എല്ലാ നിന്റെ മക്കൾക്കായും സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രയിൽ പ്രതികൂലമുണ്ട്, പ്രതിസന്ധിയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലോകമനുഷ്യരിൽ ആശ്രയിക്കാതെ, ലോകശക്തിയിൽ ആശ്രയിക്കാതെ അങ്ങയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ യാത്ര അത്ര ശുഭകരമൊന്നും ആവുകയില്ല. പക്ഷേ നമ്മുടെ യാത്ര ശുഭകരമാവുകയും എത്തേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എസ്രായും കൂട്ടരും ചെയ്തതുപോലെ ദൈവസന്നിധിയിൽ പരിപൂർണമായി പ്രാർത്ഥനയോടെ നമ്മുടെ യാത്ര തുടരുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൈ അനുകൂലമായും നമ്മുടെ യാത്ര ശുഭകരമായും തീരും. ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ദിനം സുഗമവും അനുഗ്രഹവും ശുഭകരവുമായി കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏറെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.